നീ ശരിക്കും ആ വീട്ടിൽ വല്ലതാണോ? അല്ലല്ല, നീ നിന്റെ വീട്ടിലല്ലേ മക്കളെ താമസിക്കുന്നത്. എന്താ രാമേന്ദ്ര പ്രശ്നം? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്നതാണ് രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. അല്ല അങ്ങനെ കമന്റ് ബോക്സ് വന്നേക്കുന്നത്. ഒരു മാസം കൊണ്ടല്ലേ ഇത്ര ഒരു തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ ഇവനിത് പറയാനുള്ള എന്ത് അവകാശമുള്ളത്? നീ ശരിക്കും ആ വീട്ടിൽ വല്ലതാണോ? അല്ലല്ല, നീ നിന്റെ വീട്ടിലല്ലേ മക്കളെ താമസിക്കുന്നത്. സന്തോഷായി, നല്ല സന്തോഷമായി. അപ്പൊ പ്രതീക്ഷിന് ഇതിനെ പറ്റിയിട്ട് പറയാൻ യാതൊരു അവകാശവും ഇല്ല. ഞാനത് ചോദിക്കരുതായിരുന്നു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. ഈ സാധനം പുറത്തു വന്നത് സുധിയുടെ മകനിലൂടെയാണ്, മകന്റെ യൂട്യൂബ് ചാനലിലാണ്. സോ അളിയ, ഞാൻ ചെയ്യുന്നതിനുള്ള ഊക്ക് തന്നെ ഞാൻ ഡെയിലി മേടിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പൊ കണ്ടവർ ചെയ്യുന്ന ഊക്കും കൂടി ഞാൻ മേടിക്കേണ്ട അവസ്ഥയാണ്. നീ ചുമ്മാ വന്നിരുന്ന് ഡയലോഗ് അടിക്കല്ലേ. ഒരു മനുഷ്യരും ഇത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. യൂട്യൂബ് ചാനലിലാണ്. സോ അളിയ, നീ ചുമ്മാ വന്നിരുന്ന് ഡയലോഗ് അടിക്കല്ലേ. ഒരു മനുഷ്യരും ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.